കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ ചമയ്ക്കുന്നത് ഇപ്പോൾ കനകോലിൻ്റെ നേതൃത്വത്തിലാണ്. പക്ഷേ അദ്ദേഹം നൽകിയ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര ഈസി വാക്ക് ഓവർ UDF ഉണ്ടാകില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്ന് പറഞ്ഞാൽ LDFുമായിട്ട് ഒരു കടുത്ത പോരാട്ടം തന്നെ നടത്തേണ്ടി വരും. അത് UDFിൻ്റെ ആത്മവിശ്വാസം തകർക്കുമോ അതോ LDFിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമോ? എങ്ങനെ കാണും? UDFിന് ആത്മവിശ്വാസം ഉണ്ടോ അതോ പുറമേയെങ്കിലും ആത്മവിശ്വാസം? പുറമേ ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ്ടങ്ങ് ഞങ്ങൾ ജയിക്കാത്തത് സംഭവിച്ചതാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു എഡ്ജ് മാത്രമല്ല, അവർക്ക് സ്വാധീനമുണ്ടായിരുന്ന പല ജില്ലകളിലുമാണ് അവർക്ക് വോട്ട് കിട്ടിയത്. കൊല്ലത്തും ഒക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലതൊക്കെ നേരിയ എഡ്ജ്. പക്ഷെ നേരിയ എഡ്ജ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 14 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമാണ് ഈ പറയുന്ന LDFും UDFും കൂടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഉള്ളത്. അതിനകത്ത് ഏതാണ്ട് 7 ലക്ഷം വോട്ട് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഈ വ്യത്യാസം. ബാക്കി 7 ലക്ഷം വോട്ടാണ് കേരളത്തിൽ ഉടനീളമുള്ള വ്യത്യാസം. 13 ജില്ലയിൽ. അപ്പോൾ ഏകദേശം കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കി കാണും. ഇപ്പം നമ്മളീ പറയുമ്പം അല്ലെങ്കിൽ മാധ്യമങ്ങൾ വലിയ വലിപ്പത്തിൽ UDFിന് എഡ്ജ് എന്ന് പറയുമ്പം, പിണറായി വിജയൻ വലിയ ജനവിരുദ്ധൻ എന്ന് പറയുമ്പം, ഏറ്റവും അവസാനം മത്സരം വരുന്നതിന് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഇപ്പോൾ തൊട്ടേ നമ്മളറിയാമല്ലോ, ഓരോ പാർട്ടിയും ഇലക്ഷൻ മുമ്പ് വളരെ കൃത്യമായിട്ട് സർവേ നടത്തുന്നുണ്ട്. ഇപ്പം ഈ PR ഏജൻസികളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതി അനുസരിച്ചാണ് പാർട്ടി പ്രവർത്തനമൊക്കെ നടത്തുന്നത്. അത് എല്ലാ പാർട്ടിക്കകത്തുമുണ്ട്. അതിനകത്ത് മികച്ച് നിൽക്കുന്ന പാർട്ടിയും ഒരുപക്ഷെ PR വർക്കിനപ്പുറം പണി ചെയ്യാൻ അറിയാവുന്ന പാർട്ടിയുമാണ് BJP. അത് കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയാം, വടക്കേന്ത്യയിലെ കാര്യം. അതുകൊണ്ടാണ് പല PR വർക്കിനെയും അതിജീവിക്കാൻ അതിന് കഴിയുന്നത്. പണി ചെയ്യുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ BJPക്ക് പണി ചെയ്ത് കൊടുക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു NGO അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനയായിട്ടുള്ള RSSൻ്റെ പുറകിലുണ്ട്. ഇതിൻ്റെ കൂട്ടി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിപ്പം കനകലു അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം 1-2 ഇടത്ത് 1-2 ഇടത്ത് ഇദ്ദേഹത്തിൻ്റെ എറിഞ്ഞ് തറയിലിട്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയത്തില്ലേ, ചക്ക വീണ് മുയലി എത്തെന്ന് പറയുന്നത്. അപ്പം അന്ന് തൊട്ടേ വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇവിടെ അദ്ദേഹം സർവേ നടത്തിയപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന വയനാട്, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ നേരിയ വർധനവ് അല്ലെങ്കിൽ വോട്ടിനകത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ അവിടെ വോട്ടിംഗ് എഡ്ജിനകത്ത് വ്യത്യാസമുണ്ട്. മൊത്തത്തിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ മനസ്സിലാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ നോക്കുമല്ലോ, മൊത്തത്തിൽ എല്ലായിടത്തും ഒരു നേരിയ എഡ്ജുണ്ട്. പക്ഷേ ഈ ജില്ലകളിൽ അത് വർധനവുണ്ട്. അപ്പോൾ അവിടെ UDFിന് എഡ്ജ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ LDFിന് തന്നെയാണ് മുൻതൂക്കം. മനസ്സിലായി? തിരുവനന്തപുരത്ത് മത്സരം 3 സ്ഥാനങ്ങളിൽ പലയിടത്തും ഒരുപക്ഷെ കോൺഗ്രസ് പോകുന്ന ഒരു വരും. അവിടെ നമ്മൾക്കെല്ലാം അറിയാം, ഇവരാരും സമ്മതിക്കത്തില്ലെങ്കിൽ പോലും അവിടെ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. കാരണം 30% വോട്ട് BJPക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. BJP ഒരുപക്ഷെ 10-40 സീറ്റ് അവർ മത്സരിച്ച് ജയിക്കാൻ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങൾ ആദ്യം തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ അവിടെ ജയിക്കാനുള്ള സാധ്യതയും അവരേറ്റവും ഈ ശ്രദ്ധേയമായി കോർപ്പറേഷൻ പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിച്ച് ഇപ്പോൾ ജയിക്കുന്നിടത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്ന ജില്ല തിരുവനന്തപുരമാവും. അപ്പം തിരുവനന്തപുരത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാകും. അതിനകത്ത് വേറെ ഒരു അപകടകരമായ കണ്ടെത്തൽ, ഇത് കനകലുവിൻ്റെ കണ്ടെത്തലാണ്. നമ്മുടെ ഈ ടോക്കിൻ്റെ കീഴിൽ വന്ന് നമ്മളെ ഒന്നും പറയുന്നത്, നമ്മൾ പിണറായി വിജയനെ ജയിപ്പിക്കുന്നതിന് പറയുന്നതല്ല. കനകലു പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 10% വോട്ട് വർധനവ് ഉണ്ടായിട്ടിരിക്കുന്ന 4-5 എടുത്തു പറഞ്ഞിരിക്കുന്ന കോവളം, കൊല്ലം, കരുനാഗപ്പള്ളി, കോട്ടയം, ഇതെല്ലാം UDFിൻ്റെ മണ്ഡലങ്ങളാണ്. അതുപോലെ തന്നെ 15% വോട്ട് BJPക്കും 40% LDFിനും UDFിനും ഉണ്ടെന്ന് പറയുമ്പം നേരിയ വ്യത്യാസം 0.9 വ്യത്യാസം മാത്രമാണ് ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുലനമൊക്കെ ചെയ്യുമ്പോൾ വരുന്നത്. അതായത് ഈ അടുത്ത മത്സരം കടുക്കും തോറും നമ്മളീ പറഞ്ഞ ജാഥ അവിടുന്ന് പുതിയയാകാൻ തുടങ്ങിയിട്ടുണ്ട്, മറ്റവരുടെ ജാഥ നടക്കുന്നുണ്ട്, BJP അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് തുടക്കമാകുന്നതിന് മുമ്പേ ഇതേ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ വേറൊരു വലിയ കാര്യം, ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. ജനകീയ MLAമാരുടെ
ജനകീയതയെ മറികടക്കുന്നതിന് പ്രയാസപ്പെടേണ്ടി വരും. അതിന് വേണ്ട രീതിയിലുള്ള ഇടപെടലും അത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം തന്നെ കനകലു, ഒരുപക്ഷെ കനകലുവിൻ്റെ റിപ്പോർട്ടിനകത്ത് നേരിയ എഡ്ജ് ഉണ്ടെന്ന് പറയുന്നതോ അല്ലെങ്കിൽ തുല്യമാണെന്ന് പറയുന്നത് ആത്മവിശ്വാസം കെടുത്താതിരിക്കുന്നതിന് വേണ്ടിയാണോ എന്ന് പോലും ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കേഡർ സംവിധാനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി CPM തന്നെയാണ്. എത്ര പറയുമ്പോഴും 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി BJP ആണ്. കേഡർ സംവിധാനം ഇതിനകത്ത് അതും പറയുന്നുണ്ട്, തീരെയില്ല, സംഘടനാ സംവിധാനമേ ഇല്ല കോൺഗ്രസിന്. പിന്നെ ഒച്ചഴഞ്ഞ് അക്ഷരമാകുന്നത് പോലെ ഈ പണ്ട് സംഭവിക്കുന്നത് പോലെ നമ്മുടെ കസ്റ്റഡി വോട്ടെന്ന് പറയുന്നത് ആ വോട്ടൊക്കെ ഇപ്പം അത്ര പണ്ടത്തേൻ്റെ അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. UDF വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ന്യൂനപക്ഷ വോട്ട് അതിനകത്തും ക്രിസ്ത്യാനി പഴയ പോലെ സഹായിച്ചിട്ടില്ലെന്നാണ് ഈ റിപ്പോർട്ട്. വിചാരിക്കുന്ന പോലെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം നല്ലതുപോലെ നടന്നിട്ടുണ്ട്. അതായത് ഈസി വാക്ക് ഓവർ അല്ല. നമ്മൾ ഈ പറയുന്ന പോലെ പിണറായി 3 ഒക്കെ ചിലപ്പം സംഭവിച്ചേക്കാം. അല്ലാതെ ഈ പറയുന്ന കോളിളക്കം സൃഷ്ടിക്കുന്ന പോലെയും മാധ്യമങ്ങൾ പറയുന്നത് പോലെയും ഇപ്പം തറയെ വീഴുമെന്ന് പറയുന്നത് പോലെയും ഒന്നും വീഴുമെന്ന് തോന്നുന്നില്ല. ഏതായാലും BJPക്ക് ഏതാണ്ട് 14ഓളം സീറ്റുകൾ അല്ലെങ്കിൽ ഒക്കെ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു. അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഒരു മനസ്സിലാക്കുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ മികവ് കൊണ്ടൊന്നും അല്ല അവർക്ക് ഇത്രയും വലിയ മുന്നേറ്റം തെറ്റി. CPM-നെ അല്ലെങ്കിൽ LDF-നെ ആളുകൾ വെറുത്തു. ഭരണ തുടർച്ച കൊണ്ട് വെറുത്ത ഒരു പാർട്ടിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യണം. അപ്പോൾ അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പം അന്ന് VD സതീശൻ പറഞ്ഞ ഓർമ്മയില്ലേ, എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത്രയും വോട്ട് കിട്ടിയതിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അംഗീകരിച്ചു അന്നത്തെ ആ പറച്ചിലിനകത്ത് എങ്ങനെ വോട്ട് കൂടുതൽ കിട്ടി അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയ ആ വോട്ട് മുഴുവൻ ഇതായിരുന്നു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം ഒരു മേൽക്കൈ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ UDF-ന് ഇത്തവണ ഭരണവും കൂടെ കിട്ടിയില്ലെങ്കിൽ എത്ര കോൺഗ്രസ് നേതാക്കൾ ഇനി അതിനകത്തുണ്ടാവും, എത്ര പേര് BJP-യിലേക്ക് ഒഴുകും? മുസ്ലിം ലീഗ് ഘടകകക്ഷിയാണ്. മുസ്ലിം ലീഗിന് ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കൃത്യമായി പഴുതടച്ച പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ 3.0 ഇവിടെ സംഭവിക്കാം. പിണറായി മാറി നിന്നിട്ട് വേറൊരാളെ മുഖ്യമന്ത്രിയാക്കാം. മാത്രമല്ല ജയസാധ്യതയുള്ള MLA-മാരെയൊക്കെ വീണ്ടും മത്സരിപ്പിക്കാമെന്ന് പിണറായി പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം വാശി പിടിച്ചു, കാരണം അങ്ങനെ ഒറ്റയ്ക്ക് മുഖ്യമന്ത്രിയായി നിൽക്കാൻ. ഇത്തവണ വാശിയില്ല. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു കടുത്ത മത്സരം LDF-ഉം UDF-ഉം തമ്മിൽ നടക്കും. അവിടെ BJP പിടിക്കുന്ന വോട്ട്, BJP എത്ര സീറ്റുകൾ വിജയിക്കും എന്നുള്ളത് ഇരുപക്ഷത്തെയും ഭരണത്തിലേക്ക് കയറുന്നത് സംബന്ധിച്ചുള്ള ഒരു നീക്കത്തിൽ നിർണായകമാകും. അങ്ങനെയല്ലേ മനസ്സിലാക്കാം? അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത്. നമ്മൾ BJP നിർണായകമാകും. പക്ഷേ BJP 10% വോട്ട് വീതം വർദ്ധിപ്പിച്ചുള്ള ഇടത്ത് UDF-നെയാണ് ബാധിക്കുന്നത്. ബാക്കി ഈഴവ നായർ വോട്ടുകൾക്കകത്തുള്ളിടത്ത് BJPക്ക് സ്വാധീനം കൂടിയിട്ടുണ്ടെന്നും പറയുന്നു. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ ആ 40 സീറ്റ് അല്ലെങ്കിൽ അവിടെ ഇത് അവസാനം മത്സരം കടുക്കും. ഇന്നലെ പറഞ്ഞതുപോലെ കടുക്കുമ്പോൾ BJP വരത്തില്ലല്ലോ, എന്നാൽ LDF-നെ സഹായിച്ചേക്കാം എന്നുള്ളൊരു പൊതുധാരണ പലപ്പോഴും വരുന്നത് പോലെ ഈ പ്രാവശ്യവും വന്നാൽ BJP സാന്നിധ്യം അറിയിക്കുമെങ്കിലും LDF-ന് തന്നെ ഗുണം ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.